ഹായ്, വെൽക്കം ടു 123 തോട്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ കോക്കനട്ട് ലഡു ആണ്. ഫെസ്റ്റിവൽ ടൈമിലൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ലഡുവിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഞാനൊരു പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ഉരുകി വന്നാൽ അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതൊന്ന് ഈ പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണുക. ഈ പാലും കോക്കനട്ടും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അളവ് മാറിപ്പോവരുത്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിത് ഏലക്കയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഈ മിക്സ് നമുക്ക് ലഡുവിൻ്റെ പാകത്തിൽ ഉരുട്ടിയെടുക്കാനുള്ളതാണ്. ഇതൊന്ന് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലാക്കാം. ഇപ്പോൾ ഇത് ഈ പാനിൽ നിന്ന് സെപ്പറേറ്റ് ആയി വരുന്നുണ്ട്. കുറച്ചെടുത്ത് നമ്മൾക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി നോക്കാം. ഈ ഒരു പാകത്തേക്ക് കിട്ടിയാൽ മതി. ഇനി നമുക്ക് പെട്ടെന്ന് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് കയ്യിൽ വെച്ച് ഉരുട്ടാവുന്ന ചൂട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കയ്യിൽ ഇത്തിരി നെയ്യ് തടവി കൊടുക്കാം. ഈ മിക്സ് കുറച്ച് എടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഇത് നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മളൊന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ കോക്കനട്ട് ലഡു ഉണ്ടാക്കുന്നത്. ഇതുപോലെ ബാക്കി കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ലഡു ഒക്കെ ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായി വരുന്നത് വരേക്കും ബൈ.